പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നില്ലേ, കസ്വ മലകൾ കടന്നില്ലേ, ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ മുത്തിൻ്റെ ഒട്ടകമല്ലോ. എന്താ കസ്വന്റെ മഹബത്ത് എന്നറിയോ? മുത്തുനബി പട്ടിണിയാണോ? അന്ന് കസ്വയും പട്ടിണിയാണ്. തങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? അന്ന് ആ മിണ്ടാപ്രാണി ഭക്ഷണം കഴിക്കില്ല. പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോ പതറാതെ നിന്നില്ലേ, കസ്വ കൽബ് കവർന്നില്ലേ. 10 കൊല്ലം മുത്തുനബിയെ സേവിച്ച് നടന്നു ഈ കസ്വ എന്ന് പറയുന്ന ഒട്ടകം. എങ്ങനെയാ ഈ കസ്വാവിന്റെ മരണം എന്നറിയോ? മുത്തുനബി വഫാത്താകുന്ന സമയം കട്ടിലിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കാണ് കസ്വാഹ്. തങ്ങളെ വഫാത്തിന്റെ ടെൻഷൻ താങ്ങാൻ കഴിഞ്ഞില്ല. മുത്തുനബിയുടെ വേർപാട് സഹിച്ചില്ല. കസ്വ വല്ലാതങ്ങ് ആർപ്പിട്ട് കരഞ്ഞുപോയി. കരഞ്ഞ് കരഞ്ഞ് കസ്വ ഇങ്ങനെ നടന്നുപോയി. ജന്നത്തുൽ ബഖീന്റെ അവിടെ ചെന്നൊരു ചുമരുമ്മൽ കസ്വ തലട്ടടിച്ചു. മുത്തിൻ വഫാത്തിന്റെ നേരത്തും കട്ടിലിൽ ചോട്ടിലിരുന്നില്ലേ, കസ്വ പൊട്ടിക്കരഞ്ഞില്ലേ, മുത്തി നടന്നും ഇഴഞ്ഞും ബഖീറിന്റെ മണ്ണിലമർന്നില്ലേ, കസ്വ മുത്തി നടന്നും ഇഴഞ്ഞും ബഖീറിന്റെ മണ്ണിൽ തല അടിച്ചില്ലേ, ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ മുത്തിൻ്റെ ഒട്ടകമല്ലോ. നമ്മളൊക്കെ 1000 കൊല്ലം മുത്തുനബിയെ സ്നേഹിച്ചാലും ആ കസ്വയുടെ ഓരത്തെത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല.